ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ്. തേങ്ങാച്ചോറും തട്ടിക്കോട്ട് ബീഫ് കറിയും. അപ്പോൾ തുടങ്ങിയാലോ? ആദ്യം ചോറ് റെഡിയാക്കാം. 1 കിലോ റൈസാണ് നമ്മൾ വെക്കുന്നത്. അതിനായി 1.5 തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജാറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അരച്ചൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇനി ചോറ് വയ്ക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം. ഇവിടെ ആർക്കും മുന്തിരി ഇഷ്ടമല്ലാത്തത് കൊണ്ട് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ആ നെയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് 2 ചെറിയ സവാള വഴട്ടാം. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ആ സമയത്ത് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ഫ്ലേവറിന് 1 തുടം വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക് ചതച്ചത് ചേർക്കാം. ഇതിൻ്റെ എല്ലാ പച്ചമണം മാറുമ്പോൾ മുമ്പ് അരച്ചു വെച്ച തേങ്ങ ഉൾപ്പെടെ 1 കിലോ അരിക്ക് അളന്നെടുത്ത പാത്രത്തിന് ഇരട്ടി വെള്ളം ചേർത്ത് ഇതിലേക്ക് ചേർക്കാം. ഈ സമയത്ത് പൊടിക്കാത്ത ഗരം മസാല മിക്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. അത് തിളക്കുമ്പോഴേക്കും നമുക്ക് അരി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ചൈതന്യ അരിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. സാധാരണ ചോറ് വെക്കുന്ന അരി പോലും നമുക്ക് തേങ്ങാച്ചോറിന് ഉപയോഗിക്കാം. അരി ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് മീഡിയം തീയിൽ ഈ തേങ്ങ അരച്ച വെള്ളം പറ്റിച്ചെടുക്കാം. അത് പറ്റി സെറ്റാകുമ്പോൾ അരി വെന്തിട്ടുണ്ടാകും. നമുക്ക് നോക്കാം. അരി വെന്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം മിക്സ് ആക്കിയിട്ട് സെറ്റാക്കി വെക്കാം. മുമ്പ് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് ചേർത്ത് തീ ഓഫ് ചെയ്യാം. തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തട്ടിക്കൂട്ട് ബീഫ് കറിയിലേക്ക് പോകാം. തട്ടിക്കൂട്ടാണെങ്കിലും ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഈസി കറിയാണ്. 1 കിലോ ബീഫിന് ആവശ്യമായ സാധനങ്ങളാണ് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ബീഫ് കഴുകി വൃത്തിയാക്കിയതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ചെറിയ ഉള്ളി 2ആയി പിളർന്ന് അരിഞ്ഞത്, തക്കാളി, സവാള ചേർത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ചേർത്ത് കുഴച്ചെടുക്കാം. ഉപ്പ് ചേർക്കാൻ മറന്നത് കൊണ്ടാണ് പിന്നെ ചേർത്തത്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ മുമ്പ് റെഡിയാക്കിയ ബീഫ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം ചേർത്ത് ഒരു 12 വിസിൽ കേൾപ്പിക്കാം. ബീഫ് കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു പരിപ്പ് കറി കൂടി വെക്കാം. കുറച്ച് പയറെടുത്ത് വറുക്കാം. ഒന്ന് ചൂടാകുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് പാറ്റിയെടുക്കാം. പയർ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് പയറും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് 3 വിസിൽ കേൾപ്പിക്കാം. അത് റെഡിയാകുമ്പോഴേക്കും നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. ജാറിലേക്ക് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി മിക്സിയിലൊന്ന് കറക്കിയിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. അരപ്പ് റെഡിയായിട്ടുണ്ട്. അപ്പോഴേക്കും പയർ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി ഉടച്ചതിന് ശേഷം അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. ഒന്ന് പതപ്പിച്ചെടുക്കാം. തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് കടുക് താളിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും കളറൊന്ന് മാറി വരുമ്പോൾ പരിപ്പിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് പപ്പടവും കൂടെ കാച്ചാം. സാലഡും റെഡി ആയിട്ടുണ്ട്. ഇതാണ് റംബൂട്ടാൻ അച്ചാർ. ഇനി ഇലയൊക്കെ ഇട്ട് തേങ്ങാച്ചോറ് കഴിക്കാം. ബൈ ഫ്രണ്ട്സ്.